എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് നമ്മുടെ ദേശീയ കലണ്ടറിനെ കുറിച്ചാണ്, രണ്ടാമത്തേത് നമ്മുടെ കറൻസിയുടെ ചിഹ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പല PSC പരീക്ഷകളിലും ചോദിച്ചു കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ദേശീയ കലണ്ടറിനെ കുറിച്ച്, നാഷണൽ കലണ്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ നാഷണൽ കലണ്ടർ, നമുക്കൊരു ദേശീയ കലണ്ടർ ഉണ്ടെങ്കിലും നമ്മൾ ദേശീയ കലണ്ടർ നമ്മളുടെ പേഴ്സണലായ ആവശ്യങ്ങൾ, നമ്മൾ ഓരോരാളും സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഏത് കലണ്ടറാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് വിളിക്കുന്ന ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കലണ്ടറിനെയാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പേരൊന്ന് ഓർത്ത് വെച്ചാൽ ഗ്രിഗോറിയൻ കലണ്ടർ. മറിച്ച് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് കേരളത്തിന് ഒരു മലയാളം കലണ്ടറും ഉണ്ട്, ഇന്ത്യക്ക് ഒരു ദേശീയ കലണ്ടറും ഉണ്ട്. അപ്പോൾ ആ ഒരു ദേശീയ കലണ്ടറിനെ കുറിച്ചാണ്, അതായത് നമ്മുടെ രാജ്യത്തിന് ഒഫീഷ്യലായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കലണ്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നാഷണൽ കലണ്ടർ എന്ന് വിളിക്കുന്ന ശക എറയിൽ തുടങ്ങിയിരിക്കുന്ന കലണ്ടറാണ്. അപ്പോൾ ശക വർഷത്തിൽ തുടങ്ങിയിരിക്കുന്ന കലണ്ടറാണ് നാഷണൽ കലണ്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നാഷണൽ കലണ്ടർ നമ്മൾ ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് കലണ്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ ഒരു ശകവർഷത്തിൽ തുടങ്ങിയിരിക്കുന്ന കലണ്ടറാണ്, ശക എറ കലണ്ടർ. രണ്ടാമത്തേത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് കലണ്ടറിനെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാം. ജനുവരിയിലാണ് തുടങ്ങുന്നത്, ഡിസംബറിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നാഷണൽ കലണ്ടറായ ശക എറയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നാഷണൽ കലണ്ടർ എന്ന് ചോദിച്ചാൽ സംശയം വരാൻ പാടില്ല, അത് ഇംഗ്ലീഷ് കലണ്ടറായ ഗ്രിഗോറിയൻ കലണ്ടർ അല്ല, മറിച്ച് അത് ശക വർഷം അല്ലെങ്കിൽ ശക എറയാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇത് എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ 1957 മാർച്ച് 22 അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം, ഭരണഘടനയൊക്കെ നിലവിൽ വന്നതിന് ശേഷമൊക്കെയാണ് ഇത് അഡോപ്റ്റ് ചെയ്തത്. 1957 മാർച്ച് 22 ആ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മളൊന്നും ഡെയിലി ആവശ്യത്തിന് ഈ ഒരു ശക എറ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഉത്തരവുകളും മറ്റുമൊക്കെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഗസറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പുറത്തിറക്കുന്ന ഒരു രേഖയാണ്. അപ്പോൾ ഈ ഗസറ്റിൽ ഈ ഒരു ഡേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഡേറ്റുകൾ കൂടാതെ ഗസറ്റിൽ ഈ ഒരു ഡേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം ഓൾ ഇന്ത്യ റേഡിയോ, നമ്മുടെ റേഡിയോയിൽ ഗവൺമെന്റിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗിൽ വളരെ രാവിലെ അവർ ഡേറ്റുകൾ പറയുന്ന സമയത്ത് അവരെന്ത് പറയും? ഈ ഒരു നാഷണൽ കലണ്ടർ പ്രകാരമുള്ള ഏത് മാസമാണ് ഏത് ഡേറ്റ് ആണെന്ന് പറയും. കൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇറക്കുന്ന കലണ്ടറുകളുണ്ട്, സർക്കാർ കലണ്ടറുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ കലണ്ടറുകളിലും ഈ ഒരു ഡേറ്റ് ഉണ്ട്. കൂടാതെ ഗവൺമെന്റ് ജനങ്ങളിലേക്ക് നൽകുന്ന ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് നോട്ടീസുകളും മറ്റുമൊക്കെ ഉണ്ട്. അതിലൊക്കെ എന്തുണ്ടാവും? ഈ ഒരു ഡേറ്റ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഗവൺമെന്റ് ആണ് ഈ ഒരു ഡേറ്റ് ഉപയോഗിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നാഷണൽ കലണ്ടർ ഏതാണെന്ന് ഓർത്തു വെക്കണം, അത് ശകവർഷമാണെന്ന് ഓർത്തു വെക്കണം, ശകവർഷം. അപ്പോൾ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 1957 മാർച്ച് 22 ഓർത്തു വെക്കണം. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇത് എവിടെയാണ് ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത് ഗസറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഗസറ്റ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ന്യൂസ് ബ്രോഡ്കാസ്റ്റിൽ, റേഡിയോയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ കലണ്ടറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗവൺമെന്റ് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ നൽകുന്നതിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രിഗോറിയൻ കലണ്ടർ, അതായത് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ ഇതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഒഫീഷ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നാഷണൽ കലണ്ടറിന്റെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടറിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ആ ഒരു പ്രത്യേകതകളെല്ലാം നമുക്ക് ഈ ഒരു നാഷണൽ കലണ്ടറിലേക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ്? ആദ്യത്തെ മാസം എന്ന് പറഞ്ഞാൽ ജനുവരിയാണ്. അതുപോലെ നമ്മുടെ നാഷണൽ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രമാണ്. അപ്പോൾ ചൈത്ര എന്ന് വിളിക്കുന്നതാണ് ഫസ്റ്റ് മന്ത്. അപ്പോൾ നമ്മൾക്കറിയാം ഇംഗ്ലീഷ് മാസങ്ങളിൽ ചില മാസങ്ങളിൽ 30 ദിവസം ഉണ്ടാവും, ചില മാസങ്ങളിൽ 31 ഉണ്ടാവും, ഫെബ്രുവരിയിൽ 28 29 ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു ശകവർഷത്തിന്റെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചൈത്ര എന്ന് പറയുന്ന മാസത്തിൽ, അതായത് ആദ്യത്തെ മാസമായ ചൈത്ര. അപ്പൊ ഈ പേരുകൾ സംസ്കൃതത്തിൽ നിന്നാണെന്ന് ഓർത്തു വെക്കണം, പേരുകൾ എടുത്തിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. അപ്പൊ ചൈത്ര എന്ന് പറയുന്ന മാസത്തിൽ 30 31 ദിവസം ഉണ്ടാവും. കാരണം 30 31 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണെങ്കിൽ, ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതായത് 365 കാലാണ് ശരിക്കും ഒരു വർഷം എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഈ ഒരു കാൽ ഭാഗം 4 വർഷം കൂടുമ്പോൾ 4 കാലുകൾ കൂടിയിട്ട് ഒരു ദിവസമായിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക്
ഒരു തുടർച്ചയായിട്ടുള്ള 4 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 വർഷത്തിൽ 365 ദിവസവും ഒരു വർഷത്തിൽ 366 ദിവസങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ദിവസം ഒരു വർഷം അധികം ഉണ്ട്. അതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലീപ്പ് ഇയറിൽ ഒരു ദിവസം അധികം ഉണ്ടാവും. ആ മാസങ്ങളിൽ ചൈത്രത്തിൽ എന്തുണ്ടാവും? 31 ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 അല്ലെങ്കിൽ 6 മാസങ്ങളിലാണ് നമുക്ക് എന്ത് 31 ഉള്ളത്. പിന്നെ 30 ആണ്. പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിലാണെന്നാണ് ഒരു മാസം 31 ആണെങ്കിൽ അടുത്ത മാസം 30, ഇങ്ങനെ മാറി മാറി അൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാ? ആദ്യത്തെ 6 എണ്ണത്തിൽ 31, അവസാനത്തെ 6 എണ്ണത്തിൽ 30 എന്നുള്ളതിന് 12 മാസങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കലണ്ടർ ഉള്ളത് പോലെ തന്നെ 365 ദിവസങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, ഈ ഒരു ചൈത്ര കലണ്ടറിലും അല്ലെങ്കിൽ നമ്മുടെ ശകവർഷത്തിലും ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു നമ്മുടെ നാഷണൽ കലണ്ടറിൽ ഒരു വർഷം തുടങ്ങുന്നത്, അതായത് പുതുവർഷം തുടങ്ങുന്നത് ഏത് ദിവസമാണെന്നുള്ളത് നമ്മുടെ ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചൈത്ര 1 വരുന്നത് ഒന്നുകിൽ 22 മാർച്ചിനായിരിക്കും അല്ലെങ്കിൽ 21 മാർച്ചിനായിരിക്കും. കാരണം 22 മാർച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ വർഷങ്ങളിലും 21 മാർച്ചിൽ ലീപ്പ് ഇയറിനും ആയിരിക്കും. കാരണം ഫെബ്രുവരിയിൽ 29 വന്നതുകൊണ്ട് നമ്മുടെ ഡേറ്റ് ഒരു ദിവസം ബാക്കോട്ട് പോകും. അപ്പോൾ ഓർത്തു വെക്കേണ്ടത്, നമ്മുടെ ചൈത്ര 1 വരുന്നത് നമ്മുടെ രാജ്യത്ത് പുതുവർഷം വരുന്നത് ശരിക്കും മാർച്ച് 22-നാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ നമ്മളത് ആഘോഷിക്കാറൊന്നുമില്ല. അപ്പോൾ അത് പല സംസ്ഥാനങ്ങളിലും അതിൻ്റെതായ ഒരു ആഘോഷമൊക്കെ ആയിട്ട് പോകാറുണ്ട്, കാരണം അവരുടെ കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് ഒരു ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ഏതായിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സംശയം വരും. കാരണം നമ്മൾ സാധാരണ പറയുന്ന സമയത്ത് ഒരു ആഴ്ച പറയുമ്പോൾ നമ്മൾ പറയും ഞായർ തിങ്കൾ ചൊവ്വ. പക്ഷെ നമ്മൾ ഓഫീസോ മറ്റു കാര്യങ്ങളോ ഒക്കെ നോക്കുമ്പോൾ എല്ലാ ഓഫീസുകളും തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും സംശയം വരാൻ പാടില്ല. ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഒരാഴ്ചയിലെ എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ചയാണ്. അപ്പം നമ്മൾ പറയുന്ന ഞായർ തിങ്കൾ ചൊവ്വ എന്ന് പറയുന്ന പോലെ ഞായറാണ് ആദ്യത്തെ ദിവസം ഒരാഴ്ചയിലെ എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ നാഷണൽ കലണ്ടറിലും ശകവർഷത്തിലും ഇത് തന്നെയാണ്. ഇനി ചോദ്യം, ഈ ഒരു ശകവർഷം എപ്പോഴാണ് ആരംഭിച്ചത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശകവർഷം ആരംഭിച്ചത് AD 78-ലാണ്. AD 78 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2020-ലാണ്, ഇത് 2020 AD ആണ്. അപ്പോൾ AD 78 ആകുമ്പോഴാണ് ശകവർഷം ആരംഭിച്ചത്. അപ്പം നമ്മുടെ ഇന്നത്തെ വർഷത്തിൽ നിന്നും 78 കുറവായിരിക്കും ശരിക്കും ശകവർഷത്തിലെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 2020-ൽ നിന്നും 78 കുറച്ചാലാണ് ഇത് ഏത് ശകവർഷം ആണെന്ന്, ഏത് കൊല്ലമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ശകവർഷം ആരംഭിച്ചത് ഏത് കൊല്ലമാണെന്ന് ഓർത്തു വെക്കണം, AD 78. അപ്പോൾ ഈ ഒരു AD 78-ന്റെ പ്രത്യേകത എന്താണെന്നുള്ള രീതിയിൽ പല സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ട്. അപ്പോൾ കനിഷ്കനുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുൻപ് കുറെ വാദങ്ങളുണ്ടാകും. ഇപ്പം അൾട്ടിമേറ്റ് ആയിട്ട് ഇപ്പൊ അവസാനമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് വെച്ചാൽ അത് ശലിവാഹന എന്ന് പറയുന്ന ഒരു രാജാവുമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ മിലിറ്ററി വിജയം, അതായത് യുദ്ധത്തിലുള്ള വിജയത്തിന്റെ ഓർമ്മക്കായിട്ടൊക്കെയാണ്. അപ്പൊ ഇതിനെ ശലിവാഹന ശക എറ എന്നാണ് വിളിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പൊ ശലിവാഹന എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ പേരുമായിട്ട് ബന്ധമുണ്ടെന്ന് കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഈ ഒരു കലണ്ടറിലെ അവസാനത്തെ മാസം ഏതാണെന്നുള്ളതാണ്. നമ്മുടെ ഡിസംബർ, നമ്മളെപ്പോഴും കൊല്ലം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കലണ്ടർ പറയുമ്പോൾ തുടക്കം ജനുവരിയിലാണ്, അവസാനം ഡിസംബറിലാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ ഒരു കലണ്ടർ ശകവർഷത്തിലെ തുടക്കം ചൈത്ര എന്ന് പറയുന്ന മാസത്തിലാണ്, അവസാനം ഫാൽഗുനത്തിലാണ്, ഫാൽഗുന. ഓക്കെ, അപ്പോൾ ഫാൽഗുന എന്നാണെന്ന് ഓർത്തു വെക്കണം, ചൈത്ര ഫാൽഗുന. അപ്പോൾ ഇനി നമുക്ക് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ചൈത്ര എന്ന് പറയുന്നതാണ് തുടക്കത്തിലെ മാസം, ഒരു വർഷത്തിൽ 365 ദിവസമാണ്. അപ്പോൾ തുടക്കം, അതായത് വർഷത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മാർച്ച് 22-നാണ്. ചൈത്ര 1 എന്ന് പറയുന്നത് മാർച്ച് 22-ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ അതല്ലെങ്കിൽ അതിവർഷമാണെങ്കിൽ അത് ഒരു ദിവസം ബാക്കോട്ട് പോകും, മാർച്ച് 21. തുടക്കം ഞായറാഴ്ചയാണെന്ന് ഓർത്തുക്കണം, രവിവാര, ഞായറിനെ രവിവാര എന്നാണ് പറയുക. അപ്പോൾ സംസ്കൃതത്തിൽ നിന്നാണ്. അപ്പോൾ ശക ഇയർ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന AD 78-ആണ്. ഈ ഒരു വർഷം എന്ന് ഓർത്തു വെക്കാം, അത് PSCക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. AD 78 ശകവർഷം ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിക്കും, AD 78. അപ്പൊ ഇതിനെ നമ്മൾ ശലിവാഹന ശക എറ എന്നുകൂടി വിളിക്കുന്നുണ്ടെന്ന് ഓർത്തു വെക്കണം. ഇത്രയാണ് നമ്മൾ നാഷണൽ കലണ്ടറിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ കറൻസിയുടെ ചിഹ്നമാണ്. ഇതും നമ്മുടെ ഒരു രാജ്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിഹ്നമാണ്. അപ്പോൾ ഈ ഒരു ചിഹ്നം നമ്മൾക്ക് വന്നിട്ട് അധികം കാലമൊന്നായിട്ടില്ല. 2010 ജൂലൈ 15-നാണ് ഈ ഒരു ചിഹ്നത്തെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിഹ്നം PSCയുടെ
പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്. കാരണം 2010 പറയാം. അപ്പോൾ ആ 2010 കഴിഞ്ഞിട്ടുള്ള PSC പരീക്ഷകളിൽ ഈ ഒരു ചിഹ്നവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഡോളറിന്റെ ചിഹ്നം അറിയാം, മറ്റേ യൂറോയുടെ ചിഹ്നം അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തിനും കറൻസിക്ക് ഒരു ചിഹ്നം വന്നു, റുപ്പി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറൻസി നോട്ടുകളിൽ നമുക്ക് ഈ ചിഹ്നം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചിഹ്നത്തിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ദേവനാഗരിയിലെ റാ എന്ന് പറയുന്ന അക്ഷരവും റോമൻ ക്യാപിറ്റലായ ക്യാപിറ്റൽ ആറും കൂടി ചേർത്തിട്ടുള്ള ഒരു ചിഹ്നമാണ്. അപ്പോൾ റാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദി, ദേവനാഗരി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സത്യമേവ ജയതേ എന്ന് എഴുതിയിരിക്കുന്നത്, അതായത് ഹിന്ദിയുടെ സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ഈ ഹിന്ദിയിൽ റാ ചിഹ്നവും റോമൻ ക്യാപിറ്റലിന്റെ ആറും കൂടി ചേർത്തുള്ള ഒരു കോമ്പോസിഷൻ ആണ് ഈ ഒരു ചിഹ്നം. അതിൽ നമുക്കറിയാം 2 വര കാണുന്നുണ്ട് ഹൊറിസോണ്ടലായിട്ട്. ആ 2 വര യഥാർത്ഥത്തിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെയാണ് കാണിക്കുന്നത്, നമ്മുടെ ദേശീയ പതാകയാണ് കാണിക്കുന്നത്. കൂടാതെ അത് ഈക്വൽ സൈൻ പോലെയാണ്, സമം എന്നുള്ളത് പോലെയാണ്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ദേവനാഗരി റാ റോമൻ ക്യാപിറ്റലായ ക്യാപിറ്റൽ ആറും നമ്മുടെ ക്യാപിറ്റൽ ആർ അക്ഷരവും തമ്മിൽ കൂടി ചേർന്ന ഒരു ചിഹ്നമാണിത്. അതിൽ 2 വര ഹൊറിസോണ്ടൽ ലൈൻസ് കാണുന്നത് നമ്മുടെ നാഷണൽ ഫ്ലാഗിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഓർക്കേണ്ടത് ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ് 2010 ജൂലൈ 15. അപ്പോൾ PSCയിൽ ചോദിച്ച ചോദ്യം അവസാനം പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചിഹ്നം ആരാണ് ഡിസൈൻ ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഡിസൈൻ ചെയ്ത ആളുടെ പേര് ഉദയകുമാർ എന്നുള്ളതാണ്, ഉദയകുമാർ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കറൻസിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇത് റാ എന്ന് പറയുന്ന അക്ഷരമാണ്, നാഷണൽ ഫ്ലാഗിനെയാണ് 2 വരെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2010 ജൂലൈ 15 ഉദയകുമാർ എന്ന് പറയുന്ന ആളാണ് ഡിസൈൻ ചെയ്തത്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന 2 ചോദ്യങ്ങളാണ്, അത് PSCയിൽ ചോദിച്ചതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്, ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആരെന്ന്. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇടുന്ന എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവരെ അറിയുന്നില്ല, പല ആൾക്കാരും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിലാണ്, യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബിലാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം ചാനലിനെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ 3 ഓപ്ഷനാണ് ഉണ്ടാവുക, ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. അപ്പോൾ അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ എന്ന് മാർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു KS ഇൻസൈറ്റ്സ് ഇടുന്ന ഈ ഒരു ക്ലാസ്സുകളുടെയും അതുകൂടാതെ ഈ ഒരു എക്സാമിന്റെയും മറ്റു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ഒരു ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്നത് കൂടി സെലക്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.